വിശദമായ വാർത്തയിലേക്ക്. വയനാട് കൃഷ്ണഗിരി മരമുറി കേസിൽ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി. കൃഷ്ണഗിരി വില്ലേജ് ഓഫീസർ അബ്ദുൽ സലാമിനെ ജില്ലാ കളക്ടർ എ ഗീത സസ്പെൻഡ് ചെയ്തു. സ്വകാര്യ തോട്ടത്തിലെ ഭൂരേഖകൾ പൂർണ്ണമായും പരിശോധിക്കാതെ ഈട്ടിമരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയെന്ന പ്രാഥമിക കണ്ടെത്തലിലാണ് നടപടി. വിവരങ്ങൾ രതീഷ് വാസുദേവൻ നൽകും. രതീഷ്, വിശദാംശങ്ങൾ. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 10 ദിവസം മുമ്പ് ഈ സംബന്ധിച്ച ഈ മരമുറി നടക്കുന്ന പ്രദേശത്ത് റവന്യൂ ഭൂമിയിൽ നിന്ന് മരം മുറിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് കളക്ടർക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടന്നത്. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് പ്രത്യേക സംഘം വില്ലേജ് ഓഫീസിലെത്തി ഭൂരേഖകൾ പരിശോധിച്ചു, പ്രദേശം സന്ദർശിച്ചു. തുടർന്നാണ് പ്രാഥമികമായി തന്നെ ചില ഭൂരേഖകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് ഈ നടപടിക്രമങ്ങളിലേക്ക്, അതായത് മരം മുറിക്കാൻ അനുമതി നൽകിയത് വില്ലേജ് ഓഫീസർ എന്ന് പ്രാഥമികമായി കണ്ടെത്തിയത്. ഇത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് കൃത്യമായും താൻ ജന്മാവകാശ ഭൂമി എന്ന നിലയിൽ തന്നെയാണ്, ജന്മം ഭൂമിയിൽ നിന്ന്, അതായത് അവരുടെ സർക്കാർ ഭൂമിയല്ലാതെ ബ്രിട്ടീഷ് രേഖകളിൽ കൈമാറി വരുന്ന ഭൂമി, അതുപോലെ ജന്മം അവകാശമുള്ള ഭൂമിയിൽ നിന്ന് ഈട്ടിമരങ്ങൾ മുറിക്കാൻ സർക്കാരിന്റെ ഈ നിയന്ത്രണമില്ല. അതുകൊണ്ട് തന്നെ ജന്മഭൂമിയിലെ മരങ്ങൾ മാത്രമാണ് സർവേ രേഖകൾ പരിശോധിച്ച് മുറിക്കാൻ താൻ അനുമതി നൽകിയതെന്നായിരുന്നു വില്ലേജ് ഓഫീസർ അബ്ദുൽ സലാമിന്റെ വിശദീകരണം. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇന്നലെ ഈ വാർത്തയൊക്കെ വലിയ ചർച്ചയായതിനെ തുടർന്നും കൃത്യമായ രീതിയിൽ ഇത് തന്നെയാണ് കൃത്യമായി നടന്നത്. താൻ ഭൂരേഖകൾ പരിശോധിച്ചു, അത് ജന്മഭൂമിയാണ്, അതിനെ തുടർന്ന് മാത്രമാണ് താൻ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോയത് എന്ന് കൃത്യമായി വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ്. താൻ വില്ലേജിലുള്ള വില്ലേജ് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മരം മുറിക്കാൻ അനുമതി നൽകിയതെന്നാണ് ഇപ്പോഴും വില്ലേജ് ഓഫീസർ അബ്ദുൽ സലാം പറയുന്നത്. ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും പ്രാഥമികമായി ഇത്തരം ആരോപണങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഉള്ള നടപടിക്രമങ്ങൾ മാത്രമാണെന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോഴും പുലർത്തുന്നത്. എന്തായാലും വലിയ വിവാദമായ ഒരു സംഭവത്തിലാണ് ഇങ്ങനെ വളരെ കൊടുങ്ങനെ നടപടി ഉണ്ടായിരിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.